മന്ത്രി KB ഗണേഷ് കുമാറും ഭാര്യ ബിന്ദു മേനോനും തമ്മിലുള്ള വാക്പോര് കഴിഞ്ഞ ദിവസങ്ങളിലായി കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. എന്നാൽ ഇന്നലെ വരെ മന്ത്രിയെ പരസ്യമായി വെല്ലുവിളിച്ച ബിന്ദു മേനോൻ ഇന്ന് രാവിലെ പെട്ടെന്ന് നിലപാട് മാറ്റിയിരിക്കുന്നു. ഗണേഷ് തന്റെ ജീവന്റെ ജീവനാണെന്നും താൻ കാരണം ഈ സർക്കാരിന് ഒരു ദോഷവും ഉണ്ടാവരുത് എന്നുമാണ് ബിന്ദു ഇപ്പോൾ പറയുന്നത്. ഈ മലക്കം പറച്ചിലിന് പിന്നിൽ മന്ത്രിയുടെ ആത്മസുഹൃത്തും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായ KS ബാലഗോപാൽ നടത്തിയ ചതുരംഗ നീക്കങ്ങളാണെന്നാണ് പുറത്തുവരുന്ന വിവരം. മന്ത്രിക്ക് വേണ്ടി ബാലഗോപാൽ നേരിട്ട് ഇടപെട്ട് ഇരുവരെയും വിളിച്ച് സംസാരിച്ചാണ് ഈ ഒത്തുതീർപ്പിലെത്തിയത്. എന്നാൽ ഈ പെട്ടെന്നുള്ള മനംമാറ്റത്തിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. അത് ബിന്ദുവിന്റെ കൈവശമുള്ള ആ വിനാശകാരികളായ ക്ലിപ്പുകളും ചിത്രങ്ങളും തന്നെയാകാനാണ് സാധ്യത. വാളകത്തെ മന്ത്രിയുടെ കുടുംബ വീട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങൾ അങ്ങേയറ്റം നാടകീയമായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെയെത്തിയ ബിന്ദു മന്ത്രിയെയും മറ്റൊരു സ്ത്രീയെയും ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും അതിന്റെ തെളിവുകൾ തന്റെ മൊബൈൽ ഫോണിൽ പകർത്തിയെന്നുമാണ് ഇന്നലെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ഈ ചിത്രങ്ങൾ എടുക്കുന്നത് തടയാൻ മന്ത്രിയുടെ സ്റ്റാഫുകളായ പ്രദീപും ശാന്തനും ചേർന്ന് തന്റെ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചുവെന്നും അവർ ആരോപിച്ചു. അവിടെയെത്തിയ പിങ്ക് പോലീസും ലോക്കൽ പോലീസും ഇതൊക്കെ കണ്ടു നിൽക്കുകയായിരുന്നു. യാമിനി തങ്കച്ചിയല്ലേ എന്നുപോലും പോലീസ് തന്നോട് ചോദിച്ചതായും ബിന്ദു പരിഭവിച്ചിരുന്നു. മുൻ DGP R ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ പോലീസിനെ വിളിച്ചതെന്നും ബിന്ദു വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ മുതൽ ബിന്ദുവിന്റെ വാക്കുകൾ ആകെ മാറി. മന്ത്രി തന്നോട് മാപ്പ് ചോദിച്ചുവെന്നും ഇതെല്ലാം വൈകാരികമായ ഒരു പ്രകടനത്തിന്റെ പുറത്ത് സംഭവിച്ചതാണെന്നുമാണ് ബിന്ദുവിന്റെ പുതിയ വിശദീകരണം. ഇന്നലെ വരെ മന്ത്രി ഗണേഷ് കുമാർ തന്റെ ഭാര്യയെ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത്. ബിന്ദുവിന് സംശയരോഗമാണെന്നും അങ്ങനെയൊരു സംഭവമേ അവിടെ നടന്നിട്ടില്ലെന്നുമാണ് ഗണേഷ് പറഞ്ഞിരുന്നത്. എന്നാൽ ബിന്ദുവിന്റെ കയ്യിൽ ആ നിർണായകമായ ഫോട്ടോഗ്രാഫുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയതോടെ ഗണേഷിന്റെ ആത്മവിശ്വാസം തകർന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് സമാനമായ രീതിയിലാണ് ഇവിടെയും കാര്യങ്ങൾ നീങ്ങുന്നത്. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ അദ്ദേഹം നിസ്സാരവൽക്കരിച്ചപ്പോൾ പിന്നാലെ വോയിസ് ക്ലിപ്പുകളും പരാതികളും പ്രവഹിക്കുകയും ഒടുവിൽ അദ്ദേഹം ജയിലിലാവുകയും ചെയ്തു. സമാനമായി കയ്യിലുള്ള ക്ലിപ്പുകൾ പുറത്തുവിട്ടാൽ മന്ത്രിയുടെ പണി തെറിക്കുമെന്ന് ഗണേശന് കൃത്യമായി അറിയാം. ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഈ സാധ്യത മുഖ്യമന്ത്രിയെ അറിയിച്ചതായാണ് സൂചന. ഇതിനെ തുടർന്നാണ് പാർട്ടിയുടെ ഉന്നതതല നിർദ്ദേശപ്രകാരം ബാലഗോപാൽ വഴി ഒത്തുതീർപ്പ് നടന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. 2019 മുതൽ ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കഴിഞ്ഞ 2 മാസമായി കാര്യങ്ങൾ തീരെ സ്വരച്ചേർച്ചയിലല്ലായിരുന്നുവെന്നും ബിന്ദു സമ്മതിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ആഘോഷമാക്കുകയും ഗണേഷിനെ ഭാര്യ കയ്യോടെ പൊക്കിയെന്ന തരത്തിൽ പോസ്റ്റുകൾ ഇടുകയും ചെയ്തതോടെയാണ് പ്രശ്നം രൂക്ഷമായത്. ഒടുവിൽ ഗണേഷ് ബിന്ദുവിനെ ബാലഗോപാലിന്റെ ഫോണിലൂടെ വിളിച്ച് മാപ്പ് പറയുകയായിരുന്നു. ബിന്ദു ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന മന്ത്രിയുടെ വാക്കുകൾ ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാൻ അത്ര പ്രയാസമില്ല. നാളെയോ മറ്റൊരു ദിവസമോ ബിന്ദുവിന്റെ കയ്യിലുള്ള ആ തെളിവുകൾ പുറത്തു വന്നാൽ ഗണേഷിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിച്ചേക്കാം എന്നതിലും തർക്കമൊന്നുമില്ല. ഈ ഒത്തുതീർപ്പ് താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമാണ് ഗണേഷിന് നൽകുന്നത്. ക്ലിപ്പുകൾ ബിന്ദുവിന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഗണേഷിന് ഇനി സ്വന്തം ഇഷ്ടപ്രകാരം കളികൾ ഇറക്കാൻ കഴിയില്ല. ഒരാപത്ത് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞുപോയി എന്ന് ഗണേഷിന് ആശ്വസിക്കാമെങ്കിലും ഈ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനത്തിന് വലിയൊരു ഭീഷണി തന്നെയാണ്. വരും നാളുകളിലും ഈ ക്ലിപ്പുകൾ ഒരു തലവേദനയായി ഗണേഷിനെ പിന്തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് എത്രയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം എന്നെങ്കിലും പുറത്തു വരിക തന്നെ ചെയ്യും. രാഷ്ട്രീയത്തിന്റെ അകത്തളങ്ങളിൽ സംഭവിക്കുന്ന ഇത്തരം നാടകങ്ങൾ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. കുടുംബത്തിലെ സമാധാനത്തെക്കാൾ ഉപരിയായി മന്ത്രിസ്ഥാനവും രാഷ്ട്രീയ നിലനിൽപ്പും ലക്ഷ്യം വെച്ചുള്ള ഈ ഒത്തുതീർപ്പ് എത്ര കാലം നിലനിൽക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ബിന്ദു മേനോന്റെ കയ്യിലുള്ള ആ രഹസ്യങ്ങൾ ഇന്നും ഒരു പ്രഹേളികയായി തുടരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ആ രഹസ്യങ്ങൾ പുറത്തു വരുന്ന ദിവസം കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു ഭൂകമ്പം ഉണ്ടാകാൻ എന്തായാലും സാധ്യതയുണ്ട്. എന്തു തന്നെ ആയാലും ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.